സാറേ, ഉണ്ണിയല്ല, ഞാൻ അലക്സി, സാറിന്റെ പഴയ ഒരു സ്റ്റുഡന്റ് ആണ്. സാറിന് ഓർമ്മയുണ്ടോ? നമ്മളിപ്പോൾ കണ്ടിട്ട് ഒത്തിരി വർഷങ്ങളാകുന്നില്ലേ സാറേ? ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഓട്ടത്തിലായിരുന്നു. സാറിന് സുഖമല്ലേ? ആ, കുഴപ്പമില്ല. കുറെ നാളായാലോടാ നിന്നെ കണ്ടിട്ട്. വാ, ഇരിക്കേ. സാർ ഇവിടെ തനിച്ചേ ഉള്ളൂ? ഇപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളടാ. അപ്പൊ അമ്മയോ? അവള് മരിച്ചിട്ട് 6 കൊല്ലം കഴിഞ്ഞടാ. പിന്നെ അവൻ പഠിക്കാൻ പുറത്തു പോയ ശേഷം ഞാൻ തനിച്ചായുടെ. ഉണ്ണി സാറിനെ കോണ്ടാക്ട് ചെയ്യാറൊന്നുമില്ലേ? ഇവിടെ ഇരുന്ന് വിറക് വെട്ടലാണോ ഞാൻ കുത്തിയിരുന്ന് പഠിച്ചത്? വല്ല ജോലിക്കും പോവാന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല. എങ്ങനെയെങ്കിലും ഈ നശിച്ച നാട്ടിൽ നിന്നൊന്ന് പോയാൽ മതിയായിരുന്നു. തേങ്ങാടാനൊന്നും ഇപ്പൊ ആളിനെ കിട്ടുന്ന പോലുമില്ല. എല്ലാം ഉണങ്ങി വീഴുക. എടാ, അതിന് നോകത്തൊന്നുമില്ല. നീ ഒന്ന് ഉഷാറായിട്ട് വെട്ട്. ഈ ഓണം കയറാൻ മൂല കിടന്ന് വിറക് കീറാനാണോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചത്? അച്ഛൻ എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വളരെ വലുതാണ്. ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് വന്നാൽ ഈ കൊല്ലം എന്തായാലും ഞാൻ US പോകും. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോകും. എടാ, നീ ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്തത് എങ്ങനെ? എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാം ഇതൊക്കെ ഉണ്ടാക്കിയത്? ഇതൊക്കെ ആർക്ക് വേണ്ടി ചെയ്തതാ? ഇതെല്ലാം നിനക്ക് വേണ്ടി ചെയ്ത. ഇതൊക്കെ ആര് നോക്കി നടത്തും? അച്ഛൻ്റെ ഈ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് കൊണ്ട് മാത്രമാണ് ഇത്രയും നാളെ ഞാൻ ഇവിടെ നിന്നത്. ഇനി അത് നടക്കത്തില്ല അച്ഛാ. എന്തു വന്നാലും ഞാൻ പോയിരിക്കും. മോനെ, എടാ, എൻ്റെ സ്വാർത്ഥത കൊണ്ടല്ല നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. നിനക്ക് എന്ത് വേണമെങ്കിലും സ്വീകരിക്കാം, ഏത് വഴി വേണമെങ്കിലും. പിന്നെ ഇതുവരെ നിന്റെ ഒരു ആഗ്രഹത്തിനും ഞാൻ എതിരി നിന്നിട്ടില്ല. പണ്ടത്തെ പോലൊരു ധൈര്യം കിട്ടുന്നില്ല. മനസ്സെവിടെയോ പാടുന്നത് പോലൊരു തോന്നൽ. എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും? നിന്നെ വിഷമിപ്പിച്ചുകൊണ്ട് എനിക്ക് എന്ത് കിട്ടാനാ? നീ നിനക്ക് ഇഷ്ടമുള്ളടത്ത് പോക്കോ. സമയം കിട്ടുമ്പോൾ നീ എന്നെ വിളിച്ചാൽ മതിടാ. പോടാ, പോയി ജീവിതം ആസ്വദിക്കേ. അവൻ ലാസ്റ്റ് എപ്പോഴാ സാറിനെ വിളിച്ചത്? ഹലോ ഹലോ അച്ഛാ, ഞാന് ഉണ്ണിയാ. എന്ത് പറ്റിയടാ മോനെ? അച്ഛാ, ഞാനിവിടെ പെട്ട് നിൽക്കുക അച്ഛാ. എനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് വന്നാ മതി. എടാ മോനെ, നിനക്ക് എന്ത് പറ്റിയടാ? ഹലോ എടാ മോനെ, ഹലോ മോനെ, ഹലോ. ഇപ്പൊ 7 മാസമായി. അവന്റെ യാതൊരു വിവരവുമില്ല. അവൻ എന്തെങ്കിലും ജോലിപരമായിട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുമായിരിക്കും. അല്ല, പതിവില്ലാതെ എന്താ നീ ഇതുവഴി? സാർ, ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. സാർ SBI ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നില്ലേ? അതിൻ്റെ ജപ്തി നടപടികളെല്ലാം പൂർത്തിയായി. ഞാൻ അതിൻ്റെ റിക്കവറി സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. സാർ എന്തെങ്കിലും വഴി കണ്ടെത്തിയിട്ടുണ്ടോ? അത്യാവശ്യത്തിനുള്ള പണം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. 1 വർഷത്തോളമായി അവൻ എന്തെങ്കിലും എനിക്ക് അയച്ചു തന്നിട്ട്. പിന്നെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങിത്തുടങ്ങിയതുകൊണ്ട് ഞാൻ എങ്ങോട്ടും പോകാറ് പോലുമില്ല. അതുകൊണ്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. എനിക്ക് അത്രേ പറയാനുള്ളൂ. സാർ, എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും ഞാൻ ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് ഒരു 1 വീക്ക് കൂടെ ഹോൾഡ് ചെയ്യാം. അത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. സാറ് വിഷമിക്കണ്ട. എൻ്റെ അനിയൻ ഫെബിയെ സാറിന് ഓർമ്മയുണ്ടോ? അവനിപ്പോൾ US-ലാണ്. ഞാൻ അവൻ വഴി ഒന്ന് അന്വേഷിക്കട്ടെ. സാറ് ധൈര്യമായിട്ടിരിക്കുക. ഉണ്ണിക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. I got information on your friend. It's bad. How bad? Who turned out to be your man is sitting in a state California prison charged with multiple murder cases, including killing an LAPD officer named William Lowe. Whoa. Wait. Are you talking about the person which I'm thinking? Who are your friend? Yeah. Well, Mr. Kushain Uni, son of Uday Menu and Madavi Nimbiar, right? Yeah. Right.
Looks like your man went through some serious dipshit, Feb. That's what I got. 3 years ago, he's been arrested from downtown LA for carrying an illegal firearm by endangering civilians. 5 months he served in the prison, later being bailed out by a woman named Christine Swan. They've been selling drugs all over California for the past 2 years, until she was murdered 7 months ago. The neighbors called the cops after hearing gunfire from her apartment building. When they breached in, she was dead on the floor and he was high on coke. During trials, he pleaded guilty in the court. Judge sent him for a life sentence of 70 years in the state California prison. That's it. I can't believe it, man. I really can't believe it. This guy is a childhood friend of mine. And the person whom I know can't commit such crime. And I don't regret anything about the newspapers or media reports regarding this case. I mean, something went wrong. I'm sure. What is it, David? Well, Feb, I can't tell you much more than this. It's classified. David, he's my best friend. I need to know the truth. I mean the bare truth. Okay. If I tell you this, I'm telling you as a friend. I need your word that you won't talk to anyone. I mean, absolutely no one. Yeah, okay. I swear, man. Trust me. This woman, Christine Swan, she was part of a drug cartel since 17. Her family got nothing to do with her, so they thrown her out of her family like she was never existed. Until she was murdered. What any of this has to do with Krishnoni? Christine Swan was the daughter of Kane Peckwood Lau. What? Well, as you know, Peckwood is one of the most highly capable individuals in the entire state, who's been fighting against crime for years. Obviously, he made a lot of enemies. So there's a chance someone from the cartel would have killed Christine and put blame on your friend. Anyway, when her parents came to claim her body, they didn't want to enter her legacy in a shame. So they paid the press to keep her name out, the same way they did it to William Lau, Peckwood's brother. You think he's innocent or not? Or it could be. Reason why I tell you that. My friend who works in the bureau told me that Christine was murdered with a 9mm pit viper, point blank, right her head, the same way William Lau was executed 2 years ago in downtown LA, near the river. Now, the pistol they recovered from Christine's crime scene was not pit viper. It was a Beretta M9. Everything's been falsified under Edward Lee Mike's supervision. It's not a clean officer at all. He's been working the cartel for years. That's why I'm assuming that someone who knew Christine from the cartel, or someone who personally wanted her dead, murdered her and put the blame on him. But all these assumptions ends right in the court because your friend pleaded guilty. Not once ever in his trials he denied any of it. Jesus, why the hell did he do that? Is there anything we can do to save him, David? Please don't say no. No. I'm sorry. But it's over. You gotta let it go. How can I let it go if I can't get to know the truth, David? You know, truth have many faces, baby. Sometimes, beauty of truth will be cruel. അയച്ചേ അന്വേഷിച്ചായിരുന്നു NYPD-യിലെ നമുക്കൊരു സുഹൃത്തുണ്ട്, ഡിറ്റക്റ്റീവാ ഡേവിഡ്. അയാളെന്ന് കാര്യങ്ങളൊക്കെ എനിക്ക് ബ്രീഫ് ചെയ്തു തന്നു.
പറഞ്ഞൊക്കെ വെച്ച് നോക്കുമ്പോൾ 1-2 മർഡർ കേസല്ല കേട്ടോ ഉണ്ണിയുടെ ബെടലിക്കേ. അവനിപ്പോൾ ലോസ് ഏഞ്ചൽസിലൊരു ജയിലില്ല, ജീവപരിതം എന്നൊക്കെ പറയുന്നേ. ഇനി നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പം പ്രശ്നം ഭയങ്കര കോംപ്ലിക്കേറ്റഡാ. ഇച്ഛായ ഒരു കാര്യം ചെയ്യും, മാഷിനെ ഒന്ന് വിവരം അറിയിച്ചേക്ക്. ആ വേണം. പിന്നെ ഡേവിഡ് പറഞ്ഞു വെച്ചിട്ട് അവനെ ആരെങ്കിലും കൊടുക്കാൻ നോക്കിയാണോ എന്നൊരു ഡൗട്ടുണ്ട് അയാൾക്ക്. എന്തായാലും ഇനി ലേറ്റാക്കണ്ട. ഇച്ഛായ മാഷിനെ വിളിച്ച് കാര്യം പറ. ആ ശരി.